എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. പിന്നെ ഷായിയുടെ അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുണ്ടായ മലയാളത്തിന്റെ ഈ ഒരു 3 പേരെയും വിസ്മയ മോഹൻലാൽ, കൂടെ സുജി ചേച്ചി, മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടൻ, ഇവരെ 3 പേരെയും ഏറ്റവും സ്നേഹത്തോടെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇറ്റ്സ് എ ഹിസ്റ്റോറിക്കൽ മൊമെന്റ് എന്ന് തന്നെ പറയണം. പ്ലീസ് നല്ല നിറഞ്ഞ കൈഡിയാവാം. വിസ്മയ മോഹൻലാൽ, സുജി ചേച്ചി ആൻഡ് ലാലേട്ടൻ is joining on stage. ലാലേട്ടന് അവിടെ നാട്ടിച്ചേട്ടൻ എന്താ കളിച്ചതെന്ന് മനസ്സിലാക്കി. ലാലേട്ടാ, എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ അടുത്തും നമ്മൾ തുടങ്ങിയാലോ? അല്ല, ചേച്ചിയുടെ അടുത്തും തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം. ചേച്ചി വിസ്മയ എല്ലാ ഇന്റർവ്യൂവിലും അതുപോലെ തന്നെ നമ്മൾ ഇന്റർവ്യൂസിലെല്ലാം നമുക്ക് മനസ്സിലാവും യു ആർ സൂപ്പർ എക്സൈറ്റഡ് അബൌട്ട് ദിസ് മൂവി. ആളുടെ ഒരു ഡ്രീമിന്റെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. ഇവര് ആദ്യം ഒരു ഫസ്റ്റ് ഷോട്ട് എടുത്തൊരു സമയത്ത് ഹൗ ഇസ് യുവർ ഫീലിംഗ് ആസ് എ മദർ? ഇത്രയും നാളെ കൂടെ നിന്ന് ആ ഒരു സ്വപ്നത്തിന് കൂടെ നിന്നൊരു അമ്മ എന്ന നിലയ്ക്ക്. ഗുഡ് ഈവനിങ്. ഈ ആൻസർ പറയുന്ന മുമ്പ് ഐഡ് ലൈക്ക് ടു സേ, ഇപ്പം എൻ്റെ 2 പിള്ളേരും സിനിമയിലാണ്. ആ 2 പേരും വന്ന ബോത്ത് മൂവീസിൽ കുറച്ച് സിമിലാരിറ്റീസ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, പ്രണവ് സ്റ്റാർട്ടഡ് ഹിസ് മൂവി ആദിൻ്റെ അർത്ഥം ഇസ് ഓൾസോ ദ ബിഗിനിങ്. അതുപോലെ മായാസ് ഫിലിം തുടക്കം, വിച്ച് ഓൾസോ മീൻസ് ദ ബിഗിനിങ്. 2 പേരുടെയും സിനിമാസ് were directed by 2 JJs, Jitu Joseph and Jude Anthony Joseph. പിന്നെ കുറച്ചും കൂടി സിമിലാരിറ്റീസ് ഉണ്ട്. ബട്ട് ദീസ് ആർ ദ 2 similarities that I found, really interesting. തുടക്കം, അതിൻ്റെ ടൈറ്റിൽ തന്നെ it means beginning, and every beginning carries with it hope, dreams, courage, and everything that you really want to happen. അപ്പോൾ ഈ ഒരു beginning will not happen with just one person, right? അത് വന്നിട്ട് I wouldn't say that ഒരു film is only the work of one person, because many hands and many hearts come together with one shared vision. So I take this time to congratulate the director, Jude, producer Anthony, the writers, the technicians, the crew, the artists, and every single member of this crew. Thank you for making this happen for my daughter. Now, Maya is very lucky. She's very blessed, I would say, because ഒരു family production house and which helped her realize her dream. അതുപോലെ ഞാൻ എന്നിട്ട് മൈൻ്റെ കൂടെ ലൊക്കേഷനിൽ I was with her എല്ലാ ദിവസവും ആ സെറ്റിൽ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ഒരു ഫാമിലി ഔട്ടിംഗ് പോലെ തന്നെ ആയിരുന്നു. സോ താങ്ക് യു എവ്രി വൺ ഫോർ മേക്കിംഗ് ദിസ്, ഫോർ മേക്കിംഗ് മായ വെരി കംഫർട്ടബിൾ. പിന്നെ പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, തുടക്കം is going to hit the screens on 7th. I hope the audience will embrace it with as much love with which it was made. And my prayers for this Tudakam is to be a beginning of something really beautiful. So to answer your question, yes, I feel very proud as a mother to see Maya realize her dreams and come alive on screen. Adupole thanne also for Ashish, because I've seen him grow. He's also like one of my children. So it's a very emotional moment for me. It gives me a lot of pride. Thank you. Trust me, Raji. സത്യം പറയുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ ഒരു മൊമെന്റാണ്, ഒരു ഇമോഷണൽ മൊമെന്റാണ്. ശരിക്കും ഇവിടെ ഇരിക്കുന്ന പലർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. മായ, വിസ്മയ, മലയാളത്തിന്റെ വിസ്മയമാകാൻ പോകുന്ന ഞങ്ങളുടെ സ്വന്തം വിസ്മയ. ഓഫ് കോഴ്സ് you were in many you are a talented martial artist. കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. How how cinema excites you and how Tudakam excites you? I'm so grateful
to be here. I feel like this is ഇതൊരു സ്വപ്നമായിരുന്നു. Sorry, I'm okay. Okay, I'm going to speak in English because if I think about my Malayalam, I'm going to get more nervous. But this was really a dream of mine. And the fact that it's actually come to life, I am so grateful, and it's been such a blessing. And like just looking around and seeing everyone who's been a part of this movie, Annie Chada, Jude Chada, thank you so much. Sai Kumar, everybody, Choku, okay, everybody, yeah. Sorry, I'm so nervous, but yeah. I don't know what else to say, but I hope you guys enjoy the movie. Thank you so much, dear. Thank you so much. വിസ്മയ ആ ഒരു പാട്ട് തന്നെ ഞങ്ങൾ എല്ലാവരും ഏറ്റെടുത്തിരിക്കുകയാണ്. that song which came out, social media full trending ആയിട്ടുള്ള ഒരു സോങ് ആണ്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ആൻഡ് തീർച്ചയായിട്ടും തുടക്കം മൂവി വിസ്മയുടെ കരിയറിലെ ഏറ്റവും നല്ല തുടക്കമാവട്ടെ. മലയാള സിനിമയിൽ ഒരുപാട് നല്ല സിനിമകൾ ചെയ്യാൻ വിസ്മയ്ക്ക് സാധിക്കട്ടെ. ലാലേട്ടാ പ്ലീസ്. ഇനി ലാലേട്ടനോട് ചോദിച്ചോട്ടെ. ലാലേട്ടാ, ഞാൻ കുറച്ച് നെർവസ് ആയി. ലാലേട്ടാ ഒരുപാട് സിനിമകളിൽ ട്രെയിലർ ലോഞ്ച്, ഒരുപാട് സിനിമകൾ, ദിസ് ഇസ് ഒരു സിനിമയെ കുറിച്ചുള്ള ഒരു കാര്യം വിച്ച് ഇസ് നോട്ട് ന്യൂ ഫോർ യു. പക്ഷെ when it comes to തുടക്കം എങ്ങനെയാണ് അത് ഡിഫറെൻ്റ് ആവുന്നത്? ഗുഡ് ഈവനിങ് എല്ലാവർക്കും. സന്തോഷകരമായ ഒരു സായം നേരുന്നു. ഇവിടെ പലരും പറഞ്ഞു ഇവിടെ വന്നിട്ട് ഞാൻ ഭയങ്കര ടെൻഷനാണ്, എനിക്ക് എന്താ പറയേണ്ടതെന്നുള്ള അതേ മാനസികാവസ്ഥയിലാണ് ഞാൻ. ഇവരെന്താണ് പറയാൻ പോകുന്നത് നിങ്ങളുടെ അതിൻ്റെ ആൻസറാണ്. ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്. ഇത്രയും ടെൻഷനിൽ ഒരു സ്റ്റേജിൽ നിൽക്കുക എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു സങ്കടം എന്ന് പറയുന്നത് 48 വർഷമായി ഞാൻ സിനിമയിൽ അഭിനയിച്ചു. ആദ്യത്തെ സിനിമയിൽ നമുക്കൊന്നും ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ ആലോചിക്കാൻ എൻ്റെ അച്ഛനും അമ്മയും അത് വന്നിരുന്നെങ്കിൽ. ഇറ്റ്സ് എ ഗ്രേറ്റ് മോമെന്റ് അല്ലേ? ഒരു മകനും മകളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ആ ഫാമിലിയിലേക്ക് വരിക, അല്ലെങ്കിൽ ആ ഫാമിലിയിൽ നിന്ന് ഒരാൾ സിനിമയിൽ വരിക എന്ന് പറയുന്നത്, ഞങ്ങളൊക്കെ സിനിമ വരുന്ന കാലത്ത് സിനിമ എന്ന് പറയുന്നത് സിനിമയിൽ അഭിനയിക്കാൻ എന്ന് വലിയൊരു തെറ്റായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു സിനിമ. പലരും നമ്മുടെ ഷൂട്ടിംഗ് സമയത്തൊന്നും പറയും, മോനെ എനിക്കൊരു മോനുണ്ട്, ഒരു കാശിനെ കൊള്ളൂല, ഒന്നും പറഞ്ഞാൽ കേൾക്കൂല, ഞാൻ വഴക്കുണ്ടാക്കി പോലീസ് വിളിച്ചുണ്ടോ, എന്തെങ്കിലും ഒരു ജോലി സിനിമയെ കൊണ്ടുപോകും. ഒരു കാലത്തിൽ നിന്നാണ് വന്നത്, അല്ലെങ്കിൽ ഞാൻ തമാശ പറഞ്ഞാണ്. പക്ഷെ വളരെയധികം സന്തോഷം. കാര്യം ആദ്യം ഞാൻ ആദ്യം നിങ്ങളോട് എന്താ പറയണ്ടത്, ജിത്തുവിനോട് നന്ദി പറയുന്നത്. കാര്യം എൻ്റെ മോൻ അഭിനയിച്ച സിനിമയിൽ എനിക്കൊരു ചാൻസ്. താങ്ക് യു സോ മച്ച്. സെയിം വിത്ത് യു. താങ്ക് യു സോ മച്ച് ഫോർ എന്നെ അക്കോമഡേറ്റ് ചെയ്തതല്ലേ. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ അങ്ങനെയുള്ള ഒരു നമുക്കത് ചോദിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ എനിക്ക് നിങ്ങളോട് ഭയങ്കര രസമാണ്. കാര്യം നിങ്ങളാണ് ആ സിനിമ മുഴുവൻ കണ്ടിരിക്കുന്നത്, ഞാൻ കണ്ടിട്ടില്ല അല്ലേ. എൻ്റെ മ്യൂസിക് കമ്പോസ് ചെയ്യുമ്പോഴും റീ റെക്കോർഡ് ചെയ്യുമ്പോഴും ഒക്കെ. അപ്പം നമ്മളൊക്കെ ആ സിനിമ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഞാൻ നമ്മൾ ഡബ് ചെയ്യുന്ന ഭാഗം മാത്രമേ കണ്ടുള്ളൂ, പിന്നെ കുറച്ച് കാര്യങ്ങളെ കണ്ടു. എനിക്കും ജോയുടെ പറഞ്ഞ പോലെയാണ്, ഭയങ്കര പ്രതീക്ഷയായിട്ടൊന്നും പറയണ്ട, ഒരു സാധാരണ സിനിമയാണ്, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. കാര്യം സിനിമ കണ്ടിട്ടാണ് ആൾക്കാർ തീരുമാനിക്കുന്നത് ഇത് ഭയങ്കര ഒരു സിനിമയാണ്. ഇപ്പം എൻ്റെ സുചി പറഞ്ഞു, തുടക്കം എന്ന് പറയുന്നത് ഒരു ബിഗിനിങ് ആണ്, ആദി എന്ന് പറയുന്നത് ഒരു ബിഗിനിങ് ആണ്. അപ്പം ഞാൻ ആലോചിച്ചു, എൻ്റെ ആദ്യത്തെ സിനിമയുടെ പേര് തിരനോട്ടം എന്നാണ്, അതൊരു ബിഗിനിങ് ആണ്. കഥകളി ഇവിടെ തുടങ്ങുന്നതിന് മുമ്പ് ആ തിര മാറ്റി, തിരശീല മാറ്റി വരുന്നത്. അതൊരു തിരശീല എന്ന് പറയുന്നത് ഒരു സ്ക്രീനായിട്ട് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. അപ്പോൾ ഇതൊക്കെ ഒരു പ്രീ ഡിസ്റ്റൈൻഡ്, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്നതിൻ്റെ കൂടെ നടന്നു പോകുന്ന ഒരു കാര്യമാണ്. എനിക്കിഷ്ടപ്പെട്ട ഒരു വാക്കാണ് വിസ്മയം എന്ന് പറയുന്നത്. വിസ്മയം എന്ന് പറയുന്നത് അതൊരു അത്ഭുതമല്ല, അതിൻ്റെ മുകളിലൊക്കെ നിൽക്കുന്ന അതിനൊരു കറക്റ്റായിട്ടുള്ളൊരു മീനിങ് പറയാൻ പറ്റുന്നില്ല, അത്തരത്തിലാണ്. അപ്പോൾ എൻ്റെ മകൾക്കും എൻ്റെ വീടിനൊക്കെ എനിക്ക് അത് പേരിടാനുണ്ട്. പിന്നെ ജോക്കു, ഈസ് ലൈക്ക് മൈ സൺ അല്ലേ, എൻ്റെ മോൻ്റെ. അപ്പം എൻ്റെ മോൻ്റെ എൻ്റെ മകളുടെയും സിനിമ അങ്ങനെ തന്നെ ഞാൻ പറയാം, പൂന്നുള്ള രീതിയിലല്ല അവനെ
എൻ്റെ ഒരു മകൻ്റെയും മകളുടെയും സിനിമയിൽ അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം. ഇതുപോലെ നിങ്ങളുടെയൊക്കെ മക്കളുടെ കൂടെ അഭിനയിക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ. പിന്നെ സായിയുടെ അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുണ്ടായ ഞാൻ, പക്ഷെ സായിയുടെ അച്ഛൻ്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹമായിട്ട് അഭിനയിക്കാൻ സാധിച്ചു. അത് വലിയ കാര്യമാണ്. പലർക്കും അറിയില്ലായിരിക്കും. വെഴുതീർപ്പൂക്കൾ എന്നുള്ള സിനിമയിൽ അച്ഛനുമായിട്ട് എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു. ഒരുപാട് എന്താ പറയുക, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും വലിയ ആക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ അഭിനയിക്കാൻ സാധിച്ച ഒരാളാണ് ഞാൻ. അപ്പം എനിക്ക് അത് ഇവരുടെ കൂടെ അഭിനയിക്കുമ്പോഴും ഒരു ഭയങ്കര സന്തോഷം തോന്നുന്നു. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, ഞാൻ ഓരോരുത്തരെ ഞാൻ എടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും ഞാൻ ലൊക്കേഷനിലുണ്ടായിരുന്നു, ഞാൻ ലൊക്കേഷനിൽ പോയിരുന്നു. അപ്പോൾ അത് ഞാൻ കണ്ടു. അവർ വളരെ ഒരു ഫ്രണ്ട്ലി ആയിട്ട്, അങ്ങനെയാണ് ഒരു പിക്നിക്ക് പോലെ വേണം ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. കാര്യം നമ്മൾ പണ്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഇപ്പം ഒരുപാട് ആർട്ടിസ്റ്റുകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ ശരിക്കും ഒരു ഫാമിലി പോലെയാണ് ഷൂട്ട് ചെയ്തത്. വി ഡോണ്ട് ഫീൽ ലൈക്ക് നമ്മളൊരു ജോലി ചെയ്യുന്നതായിട്ട് തോന്നില്ല. അങ്ങനെ തോന്നുമ്പോഴാണ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്നത്. പക്ഷേ ഈ സിനിമയിലൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ആ സിനിമയെ കൊണ്ടുപോകാൻ സഹായിച്ച മിസ്റ്റർ ആൻ്റണി പെരുമ്പാവൂർ സ്പെഷ്യൽ നന്ദി. ആൻ്റണി അങ്ങനെയാണ് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ആൻ്റണി എൻ്റെ കൂടെ 39 വർഷമായി. ആ 39 വർഷം കൊണ്ട് സിനിമ എന്താണെന്ന് പഠിച്ച ഒരാളാണ്. അപ്പോൾ ആ സിനിമയ്ക്ക് വേണ്ടി ആൻ്റണി എല്ലാ കാര്യങ്ങളും ചെയ്യും, എല്ലാവരെയും കംഫർട്ടബിൾ ആക്കാൻ നോക്കും. അതൊക്കെ ആ സിനിമയ്ക്ക് ഒരുപാട് ഗുണം ചെയ്യും. എനിക്ക് തോന്നുന്നു ആൻ്റണിയുടെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാർക്കാർക്കും അങ്ങനെ ആൻ്റണിയോട് ദേഷ്യം തോന്നാൻ ഒരു കാരണമില്ല. ദേഷ്യം തോന്നിയാലും ആൻ്റണിക്ക് ഒരു പ്രശ്നമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മനസ്സിലാക്കുക. പക്ഷെ എന്തായാലും വളരെ സന്തോഷം ഉള്ള ഒരു ദിവസമാണ്. നമുക്ക് എല്ലാവർക്കും അതിൻ്റെ ഒരു ട്രെയിലർ കാണാം. ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ കാണാം. ഒൻസകെ എല്ലാവർക്കും ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് പലർക്കും മനസ്സിലായി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ണികൃഷ്ണൻ അതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞത്, ഉണ്ണികൃഷ്ണൻ എൻ്റെ അമ്മൂമ്മയുടെ ബ്രദറിൻ്റെ മകനാണ്. ഉണ്ണികൃഷ്ണൻ വളരെ കൊച്ചിലെ കാലം നമ്മുടെ വീട്ടിൽ. അപ്പം അദ്ദേഹത്തിന് ഭയങ്കര ഒരു എന്താ ഒരു പുള്ളിക്ക് പോകുന്ന ഒരു വൈകാരിക നിമിഷമാണ്. കാര്യം നമ്മുടെ വീട്ടിൽ വേറെ ആരും അഭിനയിക്കാൻ തുടങ്ങിയില്ല, ഞാനാണ് തുടങ്ങിയത്. അപ്പം ആ ഒരു ലെഗസിയിലേക്ക് വീണ്ടും അല്ലേ ഇങ്ങനെ ഒരു കാര്യങ്ങൾ വരുമ്പോൾ വലിയ കാര്യം. അപ്പം നമ്മുടെ കുട്ടികളെയൊക്കെ നിങ്ങളാണ് ഇത് നോക്കേണ്ടത്, അങ്ങനെയൊക്കെ പറയാം അല്ലേ. നിങ്ങളുടെ ഒരു കൈകളിലേക്കാണ് വരുന്നത്. കൂടെയുള്ള എല്ലാവരും ഒരിക്കൽ കൂടെ ഇതിൽ അഭിനയിച്ച എല്ലാവരോടും ഞാൻ എന്താ പറയേണ്ട ഒരു സ്നേഹം പറയുന്നു, നന്ദി എന്നൊന്നും പറയുന്നില്ല. അതൊക്കെ വലിയ വാക്കുകളാണ്, അത് പറയാൻ പറ്റുന്നില്ല. വളരെ സ്നേഹത്തോടെ വളരെ സന്തോഷത്തോടെ നല്ല ഒരു ഈവനിങ് ആയി മാറട്ടെ. താങ്ക് യു സുചി ഫോർ ടേക്കിംഗ് കെയർ ഓഫ് മായ. ശാന്തി ആൻ്റണിയുടെ വൈഫ് ശാന്തി ഫുൾ ടൈം ഉണ്ടായിരുന്നു. ജോഗു വാസ് വെരി ഹെൽപ്ഫുൾ. ആൻ്റണിയുടെ മോളുണ്ടായിരുന്നു, പൊന്നു ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും സിനിമയ്ക്ക് വേണ്ടി എന്തിനാ മെസ്സി എന്നുള്ള ആ ഡോഗിനെ പോലും ഞാൻ ഇപ്പം ആലോചിക്കുന്നു. അതുപോലും അത്രയും നല്ല രസമായിട്ട് ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും നല്ലൊരു സ്നാനം നേരുന്നു. താങ്ക് യു സോ മച്ച്. തുടക്കം എന്നുള്ളൊരു സിനിമ ഈശ്വരൻ്റെ കൃപയാണ് വലിയൊരു സക്സസ്ഫുൾ ഫിലിം ആകട്ടെ, അങ്ങനെ ഞാൻ പറയുള്ളൂ. അതിനുള്ള ഒരു കാതൽ, അതിനുള്ളൊരു എന്താ പറയണ്ട ഒരു ആത്മാർത്ഥത, അതിനുള്ളൊരു ജോലി അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച് എല്ലാവരും ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അടക്കം. താങ്ക് യു. താങ്ക് യു ലാലേട്ട. ഇനി എനിക്ക് തോന്നുന്നു ലൂസിഫർ എന്ന് പറയുന്ന ഒന്നും വേണ്ട, ഞങ്ങൾക്ക് പറയണല്ലോ. ആള് ചെറുതായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ മൂവിയിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും സിനിമ എന്ന് പറയുന്ന ഒരു വലിയ വിശാലമായ ലോകത്തേക്ക് ആള് കിടക്കാൻ പോകുന്നത് തുടക്കം മൂവിയിലൂടെ തന്നെയായിരിക്കും. ഏറ്റവും സ്നേഹത്തോടെ